ഇസ്ലാമിന്റെ ചുണക്കുട്ടനെ പതിപ്പിച്ചു വെച്ചോ നിന്റെ ഹൃദയത്തിനകത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി. കൽബ് കൊണ്ട് മാത്രമല്ല, ഇനി ഒരാൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു, നാവ് കൊണ്ടും സ്നേഹിച്ചു. ഞാൻ ചെയ്യുന്ന പോലെ കൽബിനകത്ത് അലിയാർ ഞങ്ങളോട് സ്നേഹമുണ്ടായിട്ട് കുറെ കാലമായി, പ്രിയപ്പെട്ടവരെ, കുറെ കാലമായി സമസ്തയുടെ എന്റെ നാട്ടിലെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ മദ്രസയിൽ ഞാൻ പഠിക്കുമ്പോ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മദ്രസയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മാപ്പിളപ്പാട്ട് മത്സരം നടന്നപ്പോ 1ാം സമ്മാനം നേടിയിട്ട് മലബാറിലേക്ക് സമസ്തയുടെ മത്സരത്തിന് പങ്കെടുക്കാമെന്നവനാണ് നൗഷാദ് വാക്കവി. അന്ന് നൗഷാദ് എന്ന പേരിന്റെ കൂടെ വാക്കവിയില്ല. അന്ന് ബഹുമാനപ്പെട്ടവരെന്ന് എഴുതിയിട്ട് 2 കുത്തിടൂല. അന്ന് ഫ്ലെക്സ് ബോർഡുകളില്ല. അന്ന് അക്ഷരങ്ങളൊന്നും എന്റെ പിന്നാലെ വരൂല. അന്ന് കണ്ണൂർ ജില്ലയിലെ മലബാർ ജില്ലയിലെ ചെറുപ്പക്കാരൊന്നും എന്റെ കൂടെ ഇല്ല. മദ്രസയ്ക്കകത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്ന പാട്ട് ഇന്ന് ഹിസാം എന്ന് പറയുന്ന പൊന്നുമോൻ ഇവിടെ മൈക്ക് കയ്യിൽ വെച്ച് പാടിയപ്പോ എന്റെ മനസ്സ് പറന്നു പോയത് എങ്ങനെയാണ്. ഞാൻ പഠിച്ച കാട്ടുമുറാക്കൽ മദ്രസയിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് മോനെ നീ പാടണമെന്ന് പറഞ്ഞ് എഴുതി തന്നത്, ആദ്യമായി എഴുതി തന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ടിന്റെ വരികൾ പാടിയ സമയം മുതൽ അലി റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹം തുടങ്ങിയതാ. മനസ്സിന്റെ അകത്ത് നിറഞ്ഞു തുളുമ്പുന്ന ആ സ്നേഹം ഇന്ന് നാവിലൂടെ കൂത്തുപറമ്പിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ, എന്റെ പെങ്ങന്മാരുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ്, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് പിൽക്കാലത്ത് വന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് അല്ലാഹുവിന് വേണ്ടി സമർപ്പണ ബോധത്തോടെ ജീവിച്ചത്. ആ പ്രതീകമാണ് ഇവിടുത്തെ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സഹായിക്കാൻ, പലിശരഹിത വായ്പാ പദ്ധതി തുടങ്ങാൻ നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ചെടുത്തത്. ആ സ്നേഹത്തിന്റെ, ആ പ്രേമത്തിന്റെ പ്രതീകമായിട്ടാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും അത് തരണേ അല്ലാ. അങ്ങനെ കൽബ് കൊണ്ടും നാവ് കൊണ്ടും അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചു പോയാൽ സുൽസാ സവാബു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ 1/2 പ്രതിഫലം നിനക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, ഈ ഉമ്മത്തിന്റെ 1/2 പ്രതിഫലം നിനക്കുള്ളതാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി വയദിഹി. കൽബ് കൊണ്ടും നാവ് കൊണ്ടും കൈ കൊണ്ടും ഇസ്ലാമിന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൈയിന്റെ ഉടമയായ എന്റെ ചെറുപ്പക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൈയും നിന്റെ കാലും നിന്റെ ആരോഗ്യവും കണ്ണൂർ ജില്ലയിൽ വന്ന ഈമാനുള്ള മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കും. മക്കളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇന്ന് വരെ ചിലവഴിക്കാതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിയ എന്റെ റസൂലുള്ളാഹിയുടെ കാവൽക്കാരനായി ഞാനുണ്ടെന്ന് ആൺകുട്ടിയെ പോലെ പറഞ്ഞ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖൽബ് കൊണ്ട് നാവ് കൊണ്ട് കൈ കൊണ്ട് സ്നേഹിച്ചു പോയോ ഫലഹു സവാബു ആദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്ന പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുമെന്നല്ലോ മുത്ത് റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഉമ്മത്തിന് മുഴുവനും കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിനെ കൈകൊണ്ട് ഹൃദയം കൊണ്ട് നാവ് കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തിനാ പിന്നെ അറച്ചു നിൽക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പ് വന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ആ ചരിത്രത്തിന്റെ കവാടം ഞാൻ തുറക്കാൻ പോവുകയാണ്. ഒരുങ്ങി നിന്നോ. ആ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോ മനസ്സിന്റെ വാതിൽ കൂടി തുറന്നു വെച്ചോ. പഠിച്ചുപോലെ എല്ലാ സംഭവങ്ങളും മാറ്റിവെക്കുക. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഖൽബിലേക്ക് എടുത്ത് കയറ്റി വെക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ് അന്ന സഈദ കുല്ലു സഈദ് മൻ അഹബ്ബ അലിയ ഫി ഹയാതിഹി വ ബഅദ മവാതിഹി. നബിയെ, അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴും അലി റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷവും അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരാണ് അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ വിജയികളെന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹ് പറഞ്ഞു വിട്ടതാണ് നബിയെ.
അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പരലോകത്ത് വിജയമുറപ്പാണെന്ന് പറയണം നബിയേ. അല്ലാഹ് പറഞ്ഞു വിട്ടതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ എന്തിനാ ചെറുപ്പക്കാരാ ബാക്കിയുള്ളവർക്ക് നിന്റെ ഖൽബിന്റെ സ്നേഹം മുറിച്ചു കൊടുക്കുന്നതെന്തിനാ? ബാക്കിയുള്ളവർക്ക് നിന്റെ ഹൃദയത്തിന്റെ പ്രേമം മുറിച്ചു കൊടുക്കുന്നതെന്തിനാ? പെങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചോ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ അടയാളം അലി റളിയല്ലാഹു അൻഹുവിനെ തേടി വന്നിട്ടുണ്ടെന്ന് ചരിത്രം പറയുകയാണ്. ഒന്നാമത്തെ ഭാഗ്യം എന്തെന്നറിയോ? ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ, മക്കയുടെ വഴിപ്പാറകളിലൂടെ ചെറിയ പ്രായത്തിൽ നടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമസ്കാരം കാണുന്നത്. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പോലെയല്ല. ആ കാലഘട്ടത്തിലെ ആരാധനയ്ക്കു വേണ്ടി നിർദ്ദേശിച്ചിരുന്ന രൂപഭാവങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത്. നബിതങ്ങളുടെ മുന്നിലേക്ക് നബിതങ്ങളുടെ മൂത്താപ്പയായ അബൂ തോലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇത് എന്താണ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ചെറിയ കണ്ണുകൾ കൊണ്ട് കുഞ്ഞു മനസ്സിലേക്ക് നബിതങ്ങളുടെ നമസ്കാരം പതിഞ്ഞുപോയപ്പോ നല്ല രസം തോന്നി. അലിയാര് തങ്ങളെന്ന കുഞ്ഞുകുട്ടിക്ക് വളരെ ചെറിയ പ്രായമാണ്. ആരും അന്ന് നിസ്കാരമൊന്നും കണ്ടിട്ടില്ല. രഹസ്യ പ്രബോധനം മാത്രം നടക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും കൂടി അലിയാര് തങ്ങളോട് പറഞ്ഞു, മോനെ, ഇത് സത്യമതത്തിന്റെ ആരാധനയാണെന്ന് പറയുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും കൂടി നമസ്കരിക്കട്ടെ, നിങ്ങളോടൊപ്പം ഞാനും കൂടി ചേരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ചേരണമെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞ് നീ മുസ്ലിമാകണം. അപ്പൊ മകനായ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ വാപ്പയായ അബൂ തോലിബിനോട് ചോദിക്കാറ്, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നവരെ ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ലം തസ്ലിം ഫക്തും. അലിയേ, അലി റളിയല്ലാഹു അൻഹുവിനെ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കരിച്ചു. ആ ഭാഗ്യം വേറെ ആർക്കാ കിട്ടിയത്? ഖദീജ റളിയല്ലാഹു അൻഹയോടൊത്ത് അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് നമസ്കരിക്കാൻ ആദ്യത്തെ ഭാഗ്യം കിട്ടിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിക്കാണ്. എന്നിട്ട് ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ മടങ്ങി വരുമ്പോൾ അബൂ ത്വാലിബ് സംഭവം കണ്ടു. അബൂ ത്വാലിബ് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇബ്നു അഖി മാ ഹാദ ദീനുല്ലദീ തദീനു ബിഹി, ഇപ്പോ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതത്തിന്റെ കാര്യങ്ങൾ അത് എവിടുന്ന് വന്നതാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മുത്താബ, ഹാദാ ദീനുല്ലാഹ് വദീനു മലായികതി വദീനു റസൂലി വദീനു ഇബ്രാഹിം. ഇതാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ദീൻ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന മതത്തിന്റെ ആരാധനയാണിതെന്ന് പറഞ്ഞപ്പോ അബൂ ത്വാലിബ് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ സാഹചര്യം മുസ്ലിമാകാൻ സമ്മതിക്കുന്നില്ല. മുഹമ്മദ് നബിയെ, താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, പക്ഷേ എനിക്ക് മുസ്ലിമാകാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് അവിടുന്ന് പോയി. ആദ്യമായിട്ട് വിശ്വസിക്കാൻ കിട്ടിയ ഭാഗ്യം, ആദ്യമായി നമസ്കരിക്കാൻ കിട്ടിയ ഭാഗ്യം, ഇതൊന്നും കൂടാതെ മറ്റൊരു മനോഹരമായ ഭാഗ്യം കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ കാവൽക്കാരനായ ഈ അലി റളിയല്ലാഹു അൻഹുവിന് ചെറിയ പ്രായത്തിൽ കിട്ടിയിരുന്നു. എന്താണ് ആ ഭാഗ്യമെന്നറിയുമോ? അല്ലാഹു ആരാധനയ്ക്ക് വേണ്ടി ആദ്യമായി നിർമ്മിച്ച കഅബാലയം എന്ന് പറയുന്ന പരിശുദ്ധ കഅബയില്ലേ, ആ കഅബയുടെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചതെന്ന് ചരിത്രം പറയുകയാ. വലദത്തുഹു ഉമ്മുഹു ബിജൗഫിൽ കഅബ, കഅബാലയത്തിന്റെ ഉള്ളിലാണ്, ഹറമിലല്ല. കഅബ എന്ന് പറയുന്ന ചുവരുകളില്ലേ, കറുത്ത കഅബയുടെ കില്ലയിട്ടിരിക്കുന്ന കഅബയില്ലേ, ഹജറുൽ അസ്വദ് മൂലക്കിരിക്കുന്ന കഅബയില്ലേ, ആ കഅബയ്ക്കകത്തുനിന്ന് കയറാൻ തന്നെ എത്ര ഭാഗ്യം വേണം പ്രിയപ്പെട്ടവരെ. ആ കഅബയൊന്ന് തൊടാൻ തന്നെ എത്ര ഭാഗ്യം വേണം പ്രിയപ്പെട്ടവരെ. ആ കഅബയൊന്ന് കാണാൻ തന്നെ എത്ര സൗഭാഗ്യത്തിന്റെ പൂനിലാവ് ഒന്നിച്ചു വിരിയണം പ്രിയപ്പെട്ടവരെ. ആ കഅബാലയത്തിന്റെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചത്. പോരേ ചെറുപ്പക്കാരാ, പോരേ പെങ്ങളെ,
അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കാൻ, ആ മഹത്വം ഉൾക്കൊള്ളാൻ, ആ മഹാത്മാവിനെ പ്രേമിക്കാൻ, സ്നേഹിക്കാൻ ഈ ചരിത്രം തന്നെ പോരെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല വേറെ ഒരു സഹാബിക്കും പറയാത്ത ഒരു പ്രത്യേകത പേര് അലി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ. ഉമർ ബിൻ ഖത്താബ് എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാ. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കുകൂടി ചരിത്രത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. എന്തെന്നറിയോ? കറമല്ലാഹു വജ്ഹഹു, കറമല്ലാഹു വജ്ഹഹു, അദ്ദേഹത്തിന്റെ മുഖം അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ഒരു സഹാബിയുടെയും പേരിന്റെ പുറകെ ഇങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല ചരിത്രം. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിന് പുറകെ പല മഹത്തുക്കളും പല മഹാന്മാരും ചരിത്ര കിതാബുകളും കറമല്ലാഹു വജ്ഹഹു എന്ന് പറഞ്ഞു കാണാം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു. എന്തേ അങ്ങനെ പറയാൻ കാരണം? ജീവിതത്തിൽ അലി റളിയല്ലാഹു അൻഹു പിറന്നതു മുതൽ മരിക്കുന്നത് വരെ ഒരു ബിംബത്തിന്റെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ബാക്കിയുള്ള പല സഹാബികളും മറ്റു മതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശം കണ്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ബിംബത്തിന് മുന്നിൽ സാഷ്ടാംഗം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് ഹിദായത്തിന്റെ പടക്കം തന്റെ മനോമുഖരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊട്ടിച്ചിട്ട് മുത്ത റസൂലിന്റെ സ്വന്തമാക്കി കയ്യിലേക്ക് കൊടുത്തു അലി റളിയല്ലാഹു അൻഹുവിനെ. അതും കൂടാതെ മറ്റൊരു ഭാഗ്യമുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്. എന്തെന്നറിയോ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അബൂ ത്വാലിബിന്റെ കുടുംബത്തിൽ ഇച്ചിരി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഈ മക്കളെയൊക്കെ തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് സമ്പത്തില്ലായിരുന്നു. അപ്പോ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കൊച്ചുകുട്ടി പലപ്പോഴും വീട്ടിൽ പട്ടിണിയായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരുമായി ആലോചിച്ചിട്ട് പറഞ്ഞു, അബൂ ത്വാലിബ് എന്ന നമ്മുടെ മൂത്താപ്പാടെ മക്കളെ നമുക്ക് ഓരോരുത്തർക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വളർത്താം. വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, ആ മൂത്താപ്പയെ നമുക്ക് കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി ഓരോ മക്കളെ വളർത്താമെന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അബൂ ത്വാലിബിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു മകനെ ഞാൻ വളർത്തിക്കൊള്ളാം, നിങ്ങളുടെ ഒരു പൊന്നുമോനെ ഞാൻ വളർത്തിക്കൊള്ളാം. അബൂ ത്വാലിബ് പറഞ്ഞു, മുഹമ്മദ് നബിക്ക് ഇഷ്ടമുള്ള മകനെ തിരഞ്ഞെടുക്കാം. എന്റെ ചെറ്റക്കൂരയ്ക്കകത്തിരുന്ന് എന്റെ പാവപ്പെട്ട മക്കളിൽ ഒരാളെ, ഇഷ്ടമുള്ള ഒരാളെ അല്ലാഹുവിന്റെ റസൂലിന് തിരഞ്ഞെടുക്കാം. ആ സമയത്ത് ഈന്തമരത്തിന്റെ വാതിലിന് മറവിൽ തലകുനിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ കിരണം പകർത്തുന്ന വെളുത്ത സുന്ദരക്കുട്ടന്റെ മുഖം അല്ലാഹുവിന്റെ റസൂല് കണ്ടു. വാതിലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുകയാണ്. കൊച്ചുകുട്ടിയായ അലി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് കയ്യാട്ടി വിളിക്കുകയാണ്. മുത്ത് റസൂലിന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അന്തഹുമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലോകത്തൊരുമ്മയും കൊടുക്കാത്ത സ്നേഹം മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ റസൂലിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ? ലോകത്തൊരു വാപ്പാക്കും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം അല്ലാഹുവിന്റെ റസൂല് മക്കൾക്ക് കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് കൊടുത്തില്ലേ? ചെറിയ പ്രായത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? പോരെ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം ഒരു ഭാഗ്യം പിന്നെ പറയാനുണ്ടോ? ആദ്യകാലത്ത് ആദ്യമായി വിശ്വസിച്ച ആള്, നബിതങ്ങളോടൊത്ത് ആദ്യമായി നമസ്കരിച്ച ആള്, കഅബാലയത്തിനകത്ത് ഉമ്മ പ്രസവിച്ച പ്രധാനപ്പെട്ട ആള്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയ പ്രായത്തിൽ മുത്ത് റസൂല് വളർത്തിയ പൊന്നുമോനായ അലി റളിയല്ലാഹു അൻഹു എന്ന ഭാഗ്യം. ഇങ്ങനെ തുടങ്ങുന്നു ഭാഗ്യത്തിന്റെ കണക്കുകള്. ഇതൊന്നും പോരാതെ അല്ലാഹുവിന്റെ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊന തഹ്ത അശ്ശജറ. ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തുറന്ന് സമ്മതിച്ച, ഖുർആനിലൂടെ അല്ലാഹു തുറന്ന് സമ്മതിച്ച ആ പ്രധാനപ്പെട്ട ബയ്യത്ത് ചെയ്തവരിൽ പ്രധാനിയാണ് ഒരാള്, മഹാനായ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ
ചരിത്രത്തിൽ ഇടം പിടിച്ച അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗ്യമാണ്. ഇതൊന്നും കൂടാതെ നബിതങ്ങളോടൊത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില സൗഭാഗ്യത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തു. ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും ജീവിതത്തിൽ. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ചില ആളുകൾ പറയൂലേ, ശംസുൽ ഉലമയുമായി വല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എനിക്ക്. അത് അള്ളാഹു ആ വ്യക്തിക്ക് കൊടുക്കുന്ന വലിയ ഭാഗ്യമാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശഹാബ് തങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധം സദേ വല്ലാത്ത ബന്ധമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, എന്റെ കവിളത്ത് മുത്തം തന്നിട്ടുണ്ട്, എന്റെ മക്കളെ വാരി പുണർന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക്, എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞറിയിക്കാനും എഴുതി തീർക്കാനൊന്നും പറ്റൂല. അതൊരു വലിയ ഭാഗ്യമാണ്. ആലിമീങ്ങളോടുള്ള ബന്ധം, ഹാഫിദീങ്ങളോടുള്ള ബന്ധം. ഞാൻ എന്റെ പ്രിയപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കാല് ഞാനൊന്ന് ഞെക്കിത്തരട്ടെ, സമ്മതിച്ചിട്ടില്ല പലപ്പോഴും. അള്ളാഹു എല്ലാ വേദനയും എല്ലാ നൊമ്പരവും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഭാഗ്യം തേടിപ്പോയവരാണ്. ചിലർക്ക് ഭാഗ്യം ഇങ്ങോട്ട് അവരെ അന്വേഷിച്ചു വരും, ഭാഗ്യം അവരുടെ വീട്ടിലേക്ക് വരും. നമ്മളൊക്കെ ഭാഗ്യമുള്ള സ്ഥലത്തേക്ക് ഓടി അന്വേഷിച്ച് പോയി കണ്ടെത്തിയിട്ട് അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തവരാ. അങ്ങനെയാണെങ്കിലും അള്ളാഹു നമ്മെ സൗഭാഗ്യവാന്മാരാക്കി മാറ്റുമാറാകട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സൗഭാഗ്യത്തിന്റെ മറ്റൊരു ചരിത്രം സഹാബികൾ വരെ പിൽക്കാലത്ത് ആവേശത്തോടുകൂടി പറയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പക്ഷിയെ നല്ല രുചികരമായ രീതിയിൽ പൊരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെയുള്ള ഭക്ഷണം കിട്ടൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല രുചികരമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വലതുഭാഗത്തേക്ക് നോക്കി. സാധാരണ എന്തെങ്കിലും കിട്ടിയാൽ വലതുഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കലാണ് പതിവ്. പെട്ടെന്ന് വലതുഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കും. അപ്പൊ ആ പക്ഷിയുടെ മാംസം കിട്ടിയപ്പോ വലതുഭാഗത്തിരിക്കുന്ന സഹാബികൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, അൽഹംദുലില്ലാഹ്, ഇത് നമുക്ക് തന്നെ ഇപ്പൊ കിട്ടും. അല്ലാഹു റസൂൽ കൊടുത്തില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പതിവിന് വിപരീതമാണല്ലോ കാണുന്നത്. സാധാരണ കിട്ടിയാൽ വലതുഭാഗത്തിരിക്കുന്ന ആളിന് വേഗം കൊടുക്കുന്ന റസൂലേ, എന്തുകൊണ്ട് ഇത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒന്നും കൊടുത്തില്ല? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിനൊരു പ്രത്യേകതയുള്ള മാംസമായതുകൊണ്ട് ഇതെങ്ങനെ എല്ലാവർക്കും ആദ്യം കൊടുക്കാനുള്ളതല്ല. ആ മാംസം അവിടെ വെച്ച് രണ്ട് കരം ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആരുന്നു, അല്ലാഹുമ്മ അഅ്തിനി ബി അഹബ്ബി ഹൽഖിക ഇലൈക, പടച്ചവനെ എന്റെ മുമ്പിലേക്ക് സൃഷ്ടികളിൽ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാള് ഇപ്പോഴും കൊണ്ടുവരണേ തമ്പുരാനെ. എന്റെ മുമ്പിലേക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളെ നീ കൊണ്ടുവരണേ അല്ലാഹ്. ആ ഒരാൾക്ക് ഞാൻ ഈ മാംസം കൊടുക്കുമെന്ന് മുത്ത റസൂൽ ദുആ ചെയ്ത് കഴിഞ്ഞ ഉടനെ കവാടം തുറന്നുകൊണ്ട് കടന്നു വരുന്നതാരാ? എന്നുള്ള കലിമത്ത് കൊണ്ട് നടന്നവരെന്നും ആദിയത്ത് മണ്ടന്മാരായുള്ളോരറബി പെൺകൂട്ടത്തെ കണ്ടപ്പോ നബിയോ തവരും വേസനീത്തെ മങ്ങാത്തൊരീമാൻ ഭൂമാനരെ ദീനിൽ മായാത്തൊരു ബഹുമാനരെ പിത്ത തരികിട ജപ്ത വിഗണ ജപ്തരികിട ജപ്തിമൃതം തത്തകുതത്തകതഗുണത്തകതരികുടത്തികുടം ഹക്കവനെ ദിക്കിതിലം ദുഃഖമിരുങ്ങിക്കിടണേ പെരിയോനേ. ആരാണ് സഹാബികൾ നോക്കിയിരിക്കുമ്പോ കിടന്നു വന്നതാരാ? പുഞ്ചിരിയുടെ പരിമളം പരത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അറിയാതെ സഹാബികളൊക്കെ എഴുന്നേറ്റ് പോയി. അല്ലാഹുവിന്റെ റസൂൽ നിറഞ്ഞ മനസ്സോടെ ആ പക്ഷിയുടെ മാംസം അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗ്യങ്ങളൊന്നും പോരാതെ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന സ്ഥലത്ത് പ്രവാചകരുടെ കാവൽക്കാരനായി കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തതാർക്കാ? മഹാനായ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനാണ്. ഈ കിട്ടിയ ഭാഗ്യങ്ങൾക്ക് പുറമെ മുത്ത റസൂൽ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? അല്ലാഹുവേ, മദീനയുടെ സൗന്ദര്യം എത്രയാണ് ചെറുപ്പക്കാരാ! എന്തുകൊണ്ടാണ് മദീനയ്ക്ക് ഇത്ര സൗന്ദര്യമെന്നറിയോ? ലോകത്തിന് തന്നെ സൗന്ദര്യത്തിന് കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂൽ ആ മദീനത്ത് കിടക്കുന്നത് കൊണ്ടാണ്. പടച്ചവനെ, ഒരു പ്രിയപ്പെട്ട സൂഫിയായ മനുഷ്യൻ പറഞ്ഞതാ, ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം താമസിക്കുന്നത് മദീനത്താണ്.
പലപ്പോഴും ആ സഹോദരൻ മസ്ജിദ് നബവിയിലുണ്ടാകും, ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ റസൂലുള്ളാഹിയുടെ മദീനയുടെ മസ്ജിദ് നബവിയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എന്തേ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടത്? അത് കാണാനുള്ള കൊതി കൊണ്ടാണ് മോനെ, കാണാനുള്ള കൊതി കൊണ്ടാണ് മോനെ. ഞാൻ മദീനത്തിൽ നിന്നിട്ട് ആ കുബ്ബ കണ്ടില്ലെങ്കിൽ നഷ്ടമല്ലേ? അതുകൊണ്ട് കാണാനുള്ള കൊതി കൊണ്ട് ഒരു പ്രാവശ്യം നോക്കിയതാണ്. പിന്നെ എന്തുകൊണ്ട് നോക്കിയില്ല എന്ന് ചോദിച്ചപ്പോ ആ സൂഫിയായ, ആരിഫായ, സോലിഹായ, ആബിദായ മനുഷ്യൻ പറയുകയാണ്, പിന്നെ നോക്കാൻ എനിക്ക് പേടിയായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെക്കാൾ മുകളിലിരിക്കുന്ന കുബ്ബയിലേക്ക് എന്റെ മുഖം ഇങ്ങനെ ഉയർത്തി നോക്കുന്നത് അദബകേടാണെന്ന് ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ നോക്കിയില്ല എന്ന് ആരിഫായ മനുഷ്യൻ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ നമ്മൾ മദീന കണ്ടിട്ടില്ല. സെൽഫി എടുക്കുന്ന മദീനയെ നമുക്കറിയുള്ളൂ, ഫോട്ടോ എടുക്കുന്ന മദീനയെ നമുക്കറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീന അതുപോലെ കാണാൻ നമുക്കറിയില്ല. അവിടെ പോരടികൂടാനും സണ്ട കൂടാനും ബഹളം വെക്കാറുമല്ലാതെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മാഹാത്മ്യവും മാധുര്യവും തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, മദീനയുടെ ഒരു മണൽത്തരിയുടെ പോലും പൊരുത്തക്കേട് പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങൾ പേടിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയാൻ ഞങ്ങൾക്ക് പേടിയാ, അത് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാ. മദീനയുടെ മണ്ണിനെ കച്ചവടവൽക്കരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ മഹബ്ബത്തിന് വേണ്ടി മാത്രമാണ് ഈ ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചതെന്ന് പറയോ. 10,000-കണക്കിന് ഇസ്ലാമിന്റെ മക്കളെ കൂത്തുപറമ്പിന്റെ സരസിൽ വന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പറയുക, അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ിന് കിട്ടിയ വലിയ ഭാഗ്യമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മണ്ണ്, കിടക്കുന്ന വിരിപ്പ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോ ഗോത്രതലവന്മാര് ഊരിപ്പിടിച്ച വാളുമായി മുത്ത് റസൂല് കിടന്നുറങ്ങുന്ന ഭവനത്തിന്റെ 4 ഭാഗത്ത് തടിച്ചുകൂടി അല്ലാഹുവിന്റെ റസൂല് എപ്പ പുറത്തിറങ്ങിയാലും കടുത്തു വെട്ടുക. തോറ്റുപോയി ഇസ്ലാമിന്റെ ശത്രുക്കൾ. നബിതങ്ങളെ കുറിച്ച് പഠിക്കുന്നവരൊക്കെ മുസ്ലിം ആവുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരികയാ. അപ്പൊ അവർക്ക് പൊറുതിമുട്ടിയിട്ടവര് പറഞ്ഞു, കൊല്ലുക, അല്ലാഹുവിന്റെ റസൂൽ എന്ന മുഹമ്മദിനെ കൊല്ലുക. ആ കൊലപാതകത്തിലൂടെയല്ലാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇനി സന്തോഷമില്ല. അങ്ങനെ മുത്ത് റസൂലിന്റെ വീട് വളയുകയാണ്, കൊന്നൊടുക്കാൻ വളയുകയാണ്. അകത്ത് അലി റളിയല്ലാഹു അൻഹുവും നബിതങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹു ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അലിയെ, ഞാൻ കിടക്കുന്ന വിരിപ്പിൽ നീ ഒന്ന് കിടക്കൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നെ കൊല്ലാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോ ഗോത്രതലവന്മാർ ഓരോ വാളുമായി കാത്തിരിക്കുകയാ. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് കിടക്കൂ. ചിലപ്പോ അവര് വെട്ടിയെന്ന് വരും, ചിലപ്പോൾ അവര് കൊന്നെന്ന് വരും. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് കിടക്കുവോ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, എന്നോടാണോ അങ്ങ് ചോദിക്കുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എന്റെ വിരൽ തുമ്പ് പിടിച്ച് അങ്ങയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയ റസൂലേ, ഭക്ഷണം വാരിത്തന്ന്, കവളത്ത് മുത്തം തന്ന്, സ്നേഹം തന്ന്, എന്റെ ഉമ്മയും ഉപ്പയും എനിക്ക് തരാത്ത സ്നേഹം തന്ന് എന്റെ കൽബിനെ സ്വാധീനിച്ച് എന്റെ കൽബിനെ തോൽപ്പിച്ച റസൂലേ, അങ്ങയുടെ വിരിപ്പിൽ കിടക്കാൻ എനിക്ക് കൊതിയുണ്ട് നബിയേ. അങ്ങയ്ക്ക് വേണ്ടി സംരക്ഷകനായി, കാവൽക്കാരനായിട്ട് കിടക്കാൻ ഞാൻ ആർത്തിയോടെ കാത്തിരിക്കുന്ന റസൂലേ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, ഞാൻ ഇവിടെ കിടന്നുകൊള്ളാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കാത്തിരിക്കുമ്പോ അവർക്ക് മുന്നിലേക്ക് അല്ലാഹു പറഞ്ഞതുപോലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്തോതി പിടിമണ്ണ് വാരി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെടുകയാണ്, മദീനത്തേക്ക് യാത്ര പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ മുത്ത് റസൂൽ കിടന്ന വിരിപ്പിൽ, അല്ലാഹുവിന്റെ റസൂൽ ശരീരത്തിട്ടിരുന്ന വിരിപ്പ് അലി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിലേക്ക് ഇടുകയാണ്. എന്തോ ഒരു ബറക്കത്താണ്, എന്തോ ഒരു പുണ്യമാണ്, എന്തോ ഒരു തൗഫീഖാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന് സമയമാകുമ്പോ പുറത്തിറങ്ങുകയാണ്.
വിടുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടാനോങ്ങിയിട്ട് പറഞ്ഞു, വെട്ടല്ലേ, ഇത് മുഹമ്മദല്ല, ഇത് മുഹമ്മദല്ല, ഇത് അബൂ താലിബിന്റെ മകൻ അലിയാണ്, പിടിക്കടാ അലീനെ, പിടിക്കടാ അലീനെ, പിടിക്കടാ. അലിയുടെ കൈയും കാലും കെട്ടിയിടുകയാണ്. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെയെന്ന് പറയണം അലിയെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയില്ല. മുഹമ്മദ് നബി ഇന്നലെ രാത്രി തന്നെ പോയല്ലോ, നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ രാത്രി തന്നെ മുഹമ്മദ് നബി പോയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ശത്രുക്കൾ 1-2 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു അവനെ ഉപദ്രവിച്ചിട്ട് കൈയിന്റെയും കാലിന്റെയും കെട്ടഴിച്ചു വിടുകയാണ്. അല്ലാഹുവേ, ആ സൗഭാഗ്യം 10-15 ലക്ഷത്തോളം സഹാബികൾ വന്നിട്ട് ഒരു സഹാബിക്ക് പോലും കിട്ടിയില്ലല്ലോ ഉമ്മത്തേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാവൽക്കാരനായി, സംരക്ഷകനായി മുത്തുനബി എവിടെയെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നെന്നറിയോ, റഖീബൻ അലി, എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ തന്നെ പോയല്ലോ. ഈ മക്കയിൽ കുറെ അമാനത്തുകൾ ഉണ്ടായിരുന്നു, അത് മുഴുവനും എന്നെ ഏൽപ്പിച്ചിട്ട് ഇന്നലെ തന്നെ പോയല്ലോ എന്ന് അലി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തതാ. അല്ലാഹുവിന്റെ റസൂൽ അലിയാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 ഹദീസ് നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു സഹാബിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല മോനെ. ഇന്നു മുതൽ നീ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആശിക്കായി മാറണം കേട്ടോ. പെങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ ജീവിതം കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധം കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കേൾക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് പൊന്നുമോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ 4 ഉപദേശങ്ങൾ കേൾക്കണ്ടേ? പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയുൻ അഖീ ഫി ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനാണ് അലി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലും ആഖിറത്തിലും എന്റെ കൂട്ടുകാരനല്ല, എന്റെ സഹചാരിയല്ല, എന്റെ സഹപാഠിയല്ല, അഖീ, എന്റെ കൂടപ്പിറപ്പാണ് അലി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത്രയും വലിയ ഭാഗ്യം ആർക്കാണ് കിട്ടിയത്? ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലിയും മിന്നീ വ അന മിൻ അലി, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൽ പെട്ടയാളാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽ പെട്ടയാളാണ്. ഞാൻ അലി റളിയല്ലാഹു അൻഹുവിൽ പെട്ടയാളാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽ പെട്ടയാളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൂന്നാമത് പറയുന്നു, അലിയും മിന്നീ ബി മൻസിലത്തി റഅസിൻ മിൻ ബദനി, എന്റെ ശരീരത്തിന്റെ തലയുടെ സ്ഥാനമാണ് അലി തങ്ങൾക്ക് ഞാൻ കൊടുത്തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ശരീരത്തിന്റെ തലയുടെ സ്ഥാനമാണ് അലിയാർ തങ്ങൾക്ക് ഞാൻ കൊടുത്തരുന്ന മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും പോരാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാം? അത് മറ്റൊരു ഭാഗ്യമാണ്. ആർക്ക് പറയാൻ പറ്റും? ഇതൊന്നും പോരാതെ കാബയ്ക്കകത്ത് ജനിച്ചു, ചെറുതിലെ ഇസ്ലാം മതം സ്വീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തി, ഒരുപാട് സമ്മാനം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. ഇതൊന്നും പറയാൻ പറ്റുമോ? എന്താ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കിട്ടി. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കിട്ടി. ലോകത്തൊരു മനുഷ്യൻ, ഇവിടെ വന്നവരിൽ നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടിയവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവരെന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈവെക്കും? നിങ്ങൾ പറയും സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ എന്തായാലും പൊക്കാം, കാരണം അവൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ പൊക്കിയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ കട്ടവകയാവും. അവൾ കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പൊക്കും, കാരണം അങ്ങനെ സോപ്പിങ്ങിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അവര് തന്നെയാ, ഒരു സംശയമില്ല. പ്രിയമുള്ളവരെ, ആര് കിട്ടിയാലും അതിൻ്റെതായ വിഷമം ഉണ്ടാവും. കാരണം വിവാഹത്തിലൂടെ അള്ളാഹു ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? ഭാര്യയെ സഹിക്കുന്നത് കൊണ്ട് ഭർത്താവിന് കിട്ടുന്ന വലിയ പ്രതിഫലമാണ്. സഹിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ അന്നൊക്കെ അടിപൊളിയായിരിക്കും. ഇന്ന് ഞാന് കണ്ണൂർ നിൽക്കുമ്പോൾ ഒരു നിലവിളി കേട്ടു. അപ്പൊ എന്റെ കൂട്ടുകാരൻ നജീവിനോട് ചോദിച്ചു, എന്താണ് അവിടെ അടിയല്ലോ നടക്കുവാണ്? അതെ, ക്ഷേത്രത്തിലെ പള്ളി എന്തെങ്കിലും പ്രശ്നമുണ്ട്? അല്ലല്ലോ, അതൊരു ചെറിയ കല്യാണമാണ്. അല്ലാഹ്, അറക്കാൻ കൊണ്ടുപോകണം മൃഗത്തെ പോലെ. ചെറുപ്പക്കാര് പുതിയാപ്പളെ കൊണ്ടുപോകുമ്പോഴുള്ള ബഹളമാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്കതൊരു രസമാണ്.
നമുക്കതൊരു സുഖമാണ്. കണ്ണൂരിലെ കല്യാണ മാമാങ്കം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് ഈ മഹത്തായ വിഷയത്തിന്റെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വേദനയോടുകൂടി പറയാൻ, ഈമാൻ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഇടത്തോടുകൂടി വാപ്പയോട് ഉമ്മയോട് പറയണം, എന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ മരണപ്പെടുന്നതുവരെ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല എന്ന ഉറച്ച തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ആദർശത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യമാണ് സോലിഹത്തായ പെണ്ണിനെ കിട്ടുന്നത്. സോലിഹത്തായ പെണ്ണിനെ കിട്ടണമെങ്കിൽ നെറ്റിലൂടെ സെർച്ച് നടത്തിയാൽ പറ്റൂല. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണവരൊക്കെ നെറ്റിലൂടെയാണ് സുന്ദരിയെ ഇങ്ങനെ അന്വേഷിക്കാൻ. അവസാനം കിട്ടുന്ന സുന്ദരിയെ 8 ബാറ്ററി ഇടുന്ന ടോർച്ചിട്ട് അടിച്ചു നോക്കേണ്ടി വരും. വെളുപ്പുണ്ടോ, ആളുണ്ടോ, എല്ലുണ്ടോ, സ്കാൻ ചെയ്യണ പോലെയാ. ഇപ്പൊ എല്ലാം സ്ലിം ബ്യൂട്ടി അല്ലേ, ഭക്ഷണം കഴിക്കൂല. പഴയ കാലത്തൊക്കെ മരിച്ചീനി എന്ന് പറഞ്ഞ ഇവിടെ എന്താ മിണ്ടാൻ തന്നെ പേടി. അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോ ചീത്തയായി പോയി, പേടിച്ചിട്ടാണ്. എന്താ മരിച്ചീനി അറിയില്ല? മരിച്ചീനി ഇല്ല ഇവിടെ. ഇഷാമിന്റെ വീട് മരിച്ചീനി അറിയില്ല? കപ്പ, പൂള, കപ്പ, കിഴങ്ങ് തന്നെ. അവിടെ തിരുവനന്തപുരത്തെ തോൽപ്പിക്കുന്ന ഭാഷയാണല്ലോ റബ്ബേ. നമ്മുടെ നാട്ടിലേക്കാണ് കിഴങ്ങെന്ന് പറയുന്നത്. പൊട്ടച്ചിറ അൻവരിയിലൊക്കെ ഞാൻ പഠിക്കുമ്പോ അവിടുത്തെ ചെറുപ്പക്കാര് പറയുന്നില്ല. അപ്പൊ ഇവിടെ ആ കിഴങ്ങിനെ കുറിച്ച് പറയുന്ന ചില പേരുകൾ ഇപ്പൊ ക്യാസറ്റ് കാണാൻ ഇറക്കി. ഇനി അടുത്ത വിവാദം. അല്ലെങ്കിൽ തന്നെ വാട്സപ്പിൽ എനിക്ക് നിൽക്കാൻ തന്നെ ഇപ്പൊ സ്ഥലമില്ല, നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അതിന്റെ കൂട്ടത്തിന് ഇതും കൂടെ ഇറക്കിയാൽ പാടാ. അതുകൊണ്ട് വേണ്ടപ്പോട്ടെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ റെക്കോർഡിന് അവൻ പറയുന്നത് ഇപ്പൊ പുതിയ വിവാദമൊന്നും ഇല്ലല്ലോ ഉസ്താദ്, ഒരു സുഖമില്ല, എന്തെങ്കിലും ഒന്ന് പറയൂ ഉസ്താദ്, ഒരു വിവാദം വരട്ടെ. ഇവനാകെ കുഴപ്പമായി. ഇവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴും കറക്റ്റ് ക്ലിപ്പിട്ടിട്ട് നാളെ രാവിലെ അങ്ങോട്ട് തട്ടിയും വിടും. അപ്പൊ എല്ലാരും അവനെ വിളിക്കും. എന്തായി? കുഴപ്പമില്ല ഉസ്താദ്, റാഹത്താണ് ഉസ്താദ്, ഇനിയും പറയും, നാളെയും പറയും, മറ്റന്നാൾ. ആവശ്യമില്ലാത്തൊന്നും പറയില്ല. ആവശ്യത്തിനുള്ളത് ഇൻഷാ അല്ലാഹ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര ക്ലിപ്പിറക്കിയാലും അവന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ആ ക്ലിപ്പിന് മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കും. അല്ലാഹു ആർജവും ഇസ്സത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനൊന്നും പേടിച്ചോല്ലോ, പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് പറയാം, എവിടെയും പറയും. അല്ലാഹു അതിന് ഉസ്താദുമാരുടെ ഗുരുത്വം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് സഹാബികളാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് പ്രായം പ്രശ്നമല്ലായിരുന്നു. ചെറുപ്പക്കാരാ, 18 ആകണമെന്നും 16 ആകണമെന്നും ഭർത്താവിന് 25 ആകണമെന്നൊന്നും നിയമമില്ലായിരുന്നു. എത്ര പ്രായമുള്ളവർക്കും ഏതു പ്രായത്തിലെ പെണ്ണിനെയും കിട്ടാൻ പറ്റുന്ന നിയമവ്യവസ്ഥയുള്ള കാലഘട്ടത്തില് ഒരുപാട് സഹാബികൾ വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാ, മുത്തു റസൂലേ, അങ്ങയുടെ പൊന്നുമോളെ എനിക്ക് തരുവോ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന സുന്ദരിയായ കുസുമത്തെ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതാർക്ക. എത്രയോ മല്ലന്മാര്, വില്ലന്മാര്, വിജുകേശുക്കള്, ധൈര്യവാന്മാര്, സുന്ദരന്മാര്, പണക്കാര് അല്ലാഹുവിന്റെ റസൂലിന്റെ 31 മുറ്റത്ത് വന്ന് കാത്തിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതാരെയാ? ഈന്തമരത്തിന്റെ ചോട്ടിലുള്ള പുല്ല് ചത്തിയിട്ട് ജീവിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, എന്റെ ഫാത്തിമയെ തരാൻ അല്ലാഹു നിന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. മഹദി ഫാത്തിമയിലൂടെ ആ ചരിത്രം നിങ്ങൾ കേട്ടതാണത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹുവിന് കല്യാണ ചിലവിന് പണമില്ലാതായി പോയി. അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിന് പണമില്ലാതായി പോയി. നോട്ടുകെട്ടുകൾ കല്യാണവുമായി ബന്ധപ്പെട്ട് വാരിയെറിയുന്ന കണ്ണൂർ ജില്ലയുടെ വാപ്പയുണ്ടാകിയ പണത്തിന്റെ പവർ തിന്നുവീർത്ത് ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കാശില്ലാതായി പോയി. പൊന്നുമോനെ, നിനക്ക് പണമുണ്ടല്ലോ, എന്ത് തോന്നിവാസവും കാണിക്കാ. ഞാൻ എന്റെ പണം കൊണ്ട് ചെയ്യുന്നതിന് നൗഷാദ് വാക്കവി ചോദിക്കാനാരാ? പള്ളിയിലെ മൊയ്ലിയാര് ചോദിക്കാനാരാ? തങ്ങന്മാര് ചോദിക്കാനാരാ? ഞങ്ങൾ ഒരുപാട് ബിസിനസ് നടത്തിയിട്ട് കിട്ടിയ സമ്പാദ്യമാണ്. എന്റെ വാപ്പ ഉണ്ടാക്കിയ സമ്പാദ്യമാണ്, എന്റെ ഇക്ക ഉണ്ടാക്കിയ സമ്പാദ്യമാണ്. ഞാൻ എന്തും ചെയ്യുമെന്ന് തന്റെ ഇടത്തോടുകൂടി പറയുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരാ, നിന്നെക്കാളും വലിയ തന്റെ ഇടമായിരുന്നു അലി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. പക്ഷേ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് അലി റളിയല്ലാഹു അൻഹു ബനൂ ഖൈനുഖാ എന്ന് പറയുന്ന ഗോത്രത്തിൽ പോയി സാധുവായ ഒരു തൊഴിലാളിയെ, ഒരു ജോലിക്കാരനെ, ഒരു കൂലിവേലക്കാരനെ വിളിക്കുകയാണ്. ഇതൊക്കെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്ന ചരിത്രമാണ്. ചെറുകഥയല്ല, നോവലല്ല, എഴുത്തുകാര് സമയം കളയാൻ എഴുതി കൂട്ടിയ അക്ഷരത്തിന്റെ മാലകളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോനെ വരിക്കാൻ കാത്തിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന് പണമില്ലാതായി പോയി. ബനൂ ഖൈനുഖാ ഗോത്രത്തിൽപ്പെട്ട ജോലിക്കാരനായ, കൃഷിക്കാരനായ ഒരു സാധുവാര സഹോദരനെ പോയി കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് മക്കത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് മോനെ, അവിടെ ഒന്ന് പോകണം. നാളെ മക്കത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകണം. എന്തിനെന്നറിയോ? അവിടെ ഇദ്ഖിർ പുല്ലെന്ന് പറയുന്ന പുല്ല് കിട്ടുമെടോ, അവിടെ ഇദ്ഖിർ പുല്ലെന്ന് പറയുന്ന പുല്ല് കിട്ടും മോനെ. ആ പുല്ല് ചെത്തിയിട്ട് കൊട്ടയിൽ ചുമന്നിട്ട് ഒരു കൊട്ട നീയും കൊണ്ടുവാ, ഒരു കൊട്ട ചുമന്ന് ഞാനും കൊണ്ടുവരാ, എന്നിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി നമുക്കത് കച്ചവടം ചെയ്യാം. ആ പ്രിയപ്പെട്ടവൻ കരഞ്ഞിട്ട് പറയുന്ന, നിങ്ങൾ അലിയാരിതങ്ങളല്ലേ, നിങ്ങൾ അലിയാരിതങ്ങളല്ലേ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളെ എനിക്ക് ഭാര്യയായി തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാണോ. എന്റെ കയ്യിൽ ഒരു നാണയത്തൊട്ടില്ല, ഒരു കഷണം ഇറച്ചി ആർക്കെങ്കിലും വാങ്ങി കൊടുക്കാനില്ല, ഒരു പുതിയ വസ്ത്രം എന്റെ ഫാത്തിമാക്ക് വാങ്ങി കൊടുക്കാനില്ല. ലോകത്തിന്റെ രാജാവിന്റെ പൊന്നുമോളല്ലേ, കണ്ണൂർ ജില്ലയിലെ പെണ്ണേ, നിന്റെ അലമാര ഒന്ന് തുറന്നാൽ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ വസ്ത്രമാകട്ടെ സമാധാനമുണ്ട്. അടുക്കി വെച്ചിരിക്കുന്നതിന് കണക്കുണ്ടോ? ഒരു കല്യാണം നടന്നാൽ പെണ്ണിനെക്കാരും പെണ്ണിന്റെ ഉമ്മാക്ക് 5 നിറത്തിലുള്ള സാരി എടുത്തില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കല്യാണം നടക്കൂല. ഒരു കല്യാണം തീരുമാനിച്ചാൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ പെണ്ണിന്റെ വസ്ത്രത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചില്ലെങ്കിൽ, പെണ്ണിന്റെ വസ്ത്രത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചില്ലെങ്കിൽ സമാധാനത്തോട് ആ കല്യാണം നടക്കാത്ത സാഹചര്യമാണ്. പഠിച്ചോ പെങ്ങളെ, വസ്ത്രം വലിച്ചെറിഞ്ഞിട്ട് പാവപ്പെട്ടവന്റെ തുണി ചുറ്റിയിട്ട് പുതുമണവാട്ടിയാർ ഇറങ്ങാൻ നൗഷാദ് വാകവി പറയൂല. എന്റെ മക്കൾക്ക് ഞാൻ നല്ല വസ്ത്രമാ കൊടുക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നല്ല പറത് തന്നെയാ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഒരു പരിമിതി വേണം, ഒരു ലിമിറ്റ് വേണം പെങ്ങളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു കഷണം തുണിയില്ലടോ, അതുകൊണ്ട് മക്കയുടെ ഇദ്ഖിർ പുല്ല് നമുക്ക് കൊണ്ടുവന്ന് ചുമന്നു കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇദ്ഖിർ പുല്ല് പറിക്കാൻ വേണ്ടി മക്കത്ത് വിജനമായ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഈ പ്രിയപ്പെട്ടവൻ ചോദിക്കുകയാണ്, തങ്ങളെ അവിടം വരെ പോയി ഈ സാധനം കൊണ്ടുവരാൻ ഒട്ടകം വേണമല്ലോ, ഒട്ടകം വേണമല്ലോ. അവിടം വരെ പോയി ഈ പുല്ല് ചെത്തി കുട്ടയിൽ ചുമന്നുകൊണ്ട് വരുന്നതിനും അവിടെ യാത്ര ചെയ്യുന്നതിനും ഒട്ടകം വേണമല്ലോ. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തെടുത്ത് ഒട്ടകമുണ്ട്, എന്തെടുത്ത് ഒട്ടകമുണ്ട്. ഒന്ന് എനിക്ക് ബദർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമാണ്, ഒന്ന് എന്റെ മുത്ത് റസൂൽ എനിക്ക് സമ്മാനമായി തന്ന ഒട്ടകമാണ്. ഒരൊട്ടകത്തിന്റെ പുറത്ത് നീ കയറുക, അടുത്ത ഒട്ടകത്തിന്റെ പുറത്ത് ഞാൻ കയറാ. അങ്ങനെ 2 ഒട്ടകത്തിന്റെ പുറത്ത് പ്രിയപ്പെട്ട സഹാബികൾ ഇങ്ങനെ യാത്ര ചെയ്തു. ഇദ്ഖിർ പുല്ലരിയുന്നതിന് കുറെ ദൂരങ്ങൾക്ക് മുമ്പ് 2 ഒട്ടകത്തെയും കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ദൂരത്തേക്ക് നടന്നു പോയി ഇദ്ഖിർ പുല്ലരാ പറച്ചെടുത്ത് കുട്ടയ്ക്കകത്ത് വെച്ച് അലി റളിയല്ലാഹു അൻഹു തലയിൽ ചുമക്കുകയാണ്. ആരാണ് തമ്പുരാനെ, ആരാണ് തമ്പുരാനെ ഈ ചുമട് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത്? ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാട്സപ്പിന്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ഉസ്താദേ, കമ്പോളത്തിൽ നിന്ന് ചെറുശ്ശേരി ഉസ്താദ് മീൻ വാങ്ങുന്ന ഫോട്ടോ കണ്ടു. കമ്പോളത്തിൽ വന്നിട്ട് മത്സ്യക്കച്ചവടക്കാരിയായ ഒരു സഹോദരിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു കവർ കാണിച്ചു കൊടുത്തിട്ട് ചെറുശ്ശേരി ഉസ്താദ് മീൻ വാങ്ങുകയാണ്.
കരയുകയാണ്. ഞാൻ ചോദിച്ച അതിന് നീ എന്തിനാ കരയുന്നത്? ഉസ്താദുമാരെങ്ങനെയാണ്, മഹാന്മാരെങ്ങനെയാണ്, വിനയമുള്ളവരെങ്ങനെയാണ്, ഇഖ്ലാസ് ഉള്ളവരെങ്ങനെയാണ്, താഴ്മയുള്ളവരെങ്ങനെയാണ്? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, നൂറുകണക്കിന് യുവാക്കളുണ്ടല്ലോ, ഉസ്താദിന്റെ വീടിന്റെ ചുറ്റുവട്ടത്രയോ ചെറുപ്പക്കാരുണ്ടല്ലോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ, ഒരു വാക്കൊന്ന് പറഞ്ഞാ പോരെ, ഞങ്ങളുടെ ഉസ്താദിന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ല, ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഒരു പള്ളിയുടെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോ പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ടവരാ പള്ളിയിലെത്തി. പക്ഷേ സംഘാടകര് സമയം പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞല്ലേ ഇന്നത്തെ ഉസ്താദുമാരൊക്കെ വരികയുള്ളൂ. അങ്ങനെയാണെന്ന് കരുതി കൃത്യസമയത്ത് അത്തിപ്പറ്റ ഉസ്താദ് അവിടെ എത്തുമ്പോ ആരെയും അവിടെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ഹൗദിന്റെ ഭാഗത്ത് നിലത്ത് ബഹുമാനപ്പെട്ടവര് നിലത്തിരിക്കുകയാണ്. റബ്ബേ, ഇതെവിടുന്ന് കിട്ടിയ പാഠമാണ്? ഇത് അഹ്ലു ബൈത്തിന്റെ പ്രകാശത്തിന്റെ കിരണം നിറഞ്ഞുള്ളുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അവരാണ് ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത്, അവരാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളത്. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു കുട്ട നിറച്ചു പുല്ല് ചുമന്നുകൊണ്ട് നടന്നു വരികയാ. പെങ്ങളെ, ഈ ചരിത്രത്തിന്റെ നായകനെ അല്ലാതെ ആരെയാണ് പൊന്നുമോളെ നീ ഇഷ്ടപ്പെടേണ്ടത്? ആ പുല്ല് ചുമന്നുകൊണ്ട് വരുമ്പോ അവിടെ ഒരു ദാരുണമായ സംഭവം നടക്കുകയാണ്. ഒന്നിനും ഒരു കഷ്ടപ്പാടിലും പൊട്ടിക്കരയാത്ത അലി റളിയല്ലാഹു അൻഹു ആ സംഭവം കണ്ടപ്പോ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയി, ഒരുപാട് സങ്കടപ്പെട്ടു പോയി. എന്താണ് ആ സംഭവം എന്നറിയുമോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകത്തെ കെട്ടിയിരുന്ന സ്ഥലത്ത് വരുമ്പോ, അല്ലാഹുവേ, ആരോ 2 ഒട്ടകത്തിന്റെയും കഴുത്തറുത്ത് കൊന്നിട്ടിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞ് മുത്ത് റസൂലിന്റെ മുമ്പിലേക്ക് വരികയാ. ഫലം അംലിക ഐനയ്യ ഹീന റഅയ്തു യാ ഹബീബല്ലാഹ്, എന്റെ ഒട്ടകത്തെ, റസൂലുള്ള തന്ന ഒട്ടകത്തെ, ബദരീന്ന് കിട്ടിയ ഒട്ടകത്തെ ഇങ്ങനെ കഴുത്തറുത്തിട്ടിരുന്നപ്പോ, യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല നബിയേ, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല റസൂലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബജീവിതം തുടങ്ങി, ദാരിദ്ര്യം തീർന്നില്ല. ചെറുപ്പക്കാരാ, പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, പലിശയ്ക്ക് പണമെടുത്ത് ആർഭാടത്തിന്റെ കോടാലി കൊണ്ട് ആദർശത്തെ വെട്ടിയരിന്ന് കബറടക്കുന്ന ചെറുപ്പക്കാരാ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ദാരിദ്ര്യം തീർന്നില്ല കേട്ടോ. കുടുംബജീവിതം തുടങ്ങിയിട്ട് എത്ര ദിവസമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്നറിയോ? എത്ര ദിവസമാണ് അലി റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നറിയോ? എന്റെ കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരാ, നമ്മൾ വിശപ്പറിയണം. ഈ കണ്ണൂർ ജില്ലയിലെ ഒരു പൊന്നുമോനല്ലേ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്ത, ബേക്കറി പണി ചെയ്ത് കറണ്ടടിച്ചിട്ട് മരണപ്പെട്ടു പോയ സഫറാസ് വാഹനത്തിന്റെ അകത്ത് വെച്ച് വെള്ളം വേണോ പൊന്നുമോനെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് നോമ്പാണിക്കാന്ന് മറുപടി പറഞ്ഞ, മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ച സഫറാസിന്റെ ജില്ലക്കാരായ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ചെറുപ്പക്കാര് വിശപ്പറഞ്ഞിട്ടുണ്ടോ? സുഭിക്ഷമായ ഭക്ഷണമല്ലേ കഴിക്കോളൂ, ആനന്ദത്തിന്റെ ഭക്ഷണമല്ലേ കഴിക്കോളൂ, ആഹ്ലാദത്തിന്റെ ഭക്ഷണമല്ലേ കഴിക്കോളൂ. എന്റെ പൊന്നുമോനെ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ വല്ലപ്പോഴും ഒക്കെ സുന്നത്ത് നോമ്പ് പിടിച്ചോ പൊന്നുമോനെ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കുറിച്ചോ ചെറുപ്പക്കാരാ? വലിയ പൊരുത്തം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചോ പൊന്നുമോനെ? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാരിദ്ര്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചങ്കുപൊട്ടി പോകുന്ന ഒരു കഥ എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ സഹോദരങ്ങളോട് വേദനയോടെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇബ്നു അർക്കം എന്ന് പറയുന്ന സഹാബിയുടെ ഉപ്പ ഒരിക്കൽ കമ്പോളത്തിൽ നിൽക്കുകയാണ്. ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ സഹാബിയുടെ ഉപ്പ ഒരിക്കൽ കമ്പോളത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മുഖം മൂടി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുന്നു, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളാണ്. അതുകൊണ്ട് മതിയായ വില ആരെങ്കിലും തന്നാൽ ഈ വാള് ഞാൻ അവർക്ക് തരുന്നതാണ് എന്ന് കമ്പോളത്തിൽ നിന്നുകൊണ്ട്
കച്ചവടത്തിന് വേണ്ടി വിളിച്ചു പറയുമ്പോൾ ആടുകളെ കൈകൊണ്ട് പട്ടിമാറ്റിയിട്ട് ഇബ്നു അർഖമിന്റെ പ്രിയപ്പെട്ട പിതാവ് ഓടിച്ചെല്ലുകയാണ്. എന്റെ അലിയാർ തങ്ങളുടെ വാളാണല്ലോ, ദുൽഫുഖാർ എന്ന വാളാണല്ലോ, അത് മോഷ്ടിച്ചുകൊണ്ട് കച്ചവടത്തിന് വന്നതായിരിക്കുമെന്ന് കരുതിയിട്ട് അല്ലല്ലോ ആരടാ നീ ആരടാ? എന്റെ അലിയാർ തങ്ങളുടെ പ്രവാചകന്റെ കാവൽക്കാരനായ, പ്രവാചകന്റെ സൂക്ഷിപ്പുകാരനായ, ഒരുപാട് യുദ്ധങ്ങളിൽ മൂർച്ചയുള്ള ദുൽഫുഖാർ എന്ന വാളുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കബന്ധങ്ങളെ കാലുകൊണ്ട് തട്ടി ഉരുട്ടിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളാണല്ലോ ഇത്. നീ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് കമ്പോളത്തിലെ കച്ചവടം ചെയ്യുകയാണോ എന്ന് ചോദിച്ചിട്ട് ആ മുഖം മൂടി വലിച്ചൂരുമ്പോ എന്റെ കണ്ണൂർ ജില്ലയിലെ സമ്പന്നരായ സഹോദരങ്ങളെ, പണത്തിന്റെ മുകളിൽ കിടന്നിറങ്ങുന്ന പെങ്ങള്, പണത്തിന്റെ പവർ കൊണ്ട് ആഡംബരത്തോടെ ജീവിച്ചിട്ട് കൊതിതീരാറ് ആർത്തിയോടെ കഴിയുന്ന പെണ്ണേ, ഇതെന്റെ അലിയാർ തങ്ങളുടെ വാളാണെന്ന് പറഞ്ഞ് മുഖം മൂടി ധരിച്ചവന്റെ മുഖം മൂടി വലിച്ചൂരുമ്പോ അത് മഹാനായ അലിയൻ കറമല്ലാഹു വജ്ഹഹു തങ്ങളായിരുന്നു. അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇബ്നു അർഖമിന്റെ വാപ്പ കെട്ടിപ്പിടിക്കുകയാണ്, തങ്ങളെ നിങ്ങളായിരുന്നു. എന്തിനാണ് ഈ വാള് നിങ്ങൾ വിൽക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള വാളല്ലേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ തന്ന സമ്മാനമല്ലേ, എന്തിനാണ് നിങ്ങൾ ഇത് വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഇബ്നു അർഖമിന്റെ ഉപ്പയെ കെട്ടിപ്പിടിക്കുകയാണ്. നീ ആരോടും പറയരുത്, ഞാനിത് കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട ആരും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് തങ്ങളെ ഈ വാള് കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കണ്ണീര് തുടച്ചിട്ട് പറയുകയാണ്, എന്റെ ഫാത്തിമ, എന്റെ ഫാത്തിമ 4 ദിവസമായിട്ട് ഒരു കാരയ്ക്ക പോലും കഴിക്കാനില്ലാതെ പട്ടിണിയിലാണ്. എനിക്ക് സഹിക്കുന്നില്ല. എന്റെ റസൂലുള്ള എന്റെ കയ്യിൽ തന്ന